ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. IRGC ഉണ്ട്, അവരുടെ പ്രസിഡന്റ് ഉണ്ട്, രാഷ്ട്രീയ നേതൃത്വം, സൈനിക നേതൃത്വം എല്ലാം ഉണ്ട്. നല്ല അവസരമാണ്. അടിക്കുകയാണ്, ഇപ്പോൾ അടിക്കണം. നല്ല ചാൻസാണ്. ഇത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ട്രംപിൻ്റെ വിടുവായത്തം എന്ന് നമുക്ക് കരുതാം. പക്ഷേ ഒരു ചോദ്യം ഇപ്പം ലോകം നേരിടുകയാണ്. നാളെ ജൂലൈ 9 മാഷദിലുള്ള ഇമാർ റൈസ് തീർത്ഥാടന കേന്ദ്രത്തിൽ 130 ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ച അയത്തുള്ള അലി ഖമനയുടെ മൃതദേഹം സംസ്കരിക്കാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 4-ാം തീയതി മുതൽ വിലാപയാത്രയൊക്കെ നടന്ന് ഇറാനിലും ഇറാഖിലുള്ള കർബല തുടങ്ങിയ ഷിയ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ കടന്നുപോയ ആ വിലാപയാത്ര മഷാദിലെത്തി അവിടെ സംസ്കരിക്കും എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ആ സംസ്കാരം നടക്കുമോ? കാരണം ഇന്നു പുലർച്ചെ 10,000-കണക്കിന് ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്ന പോലെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വിലാപയാത്ര നടന്നുകൊണ്ടിരിക്കെ ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ഖേഷം ഐലൻഡ്, ബന്ദർ അബ്ബാസിലെ ഷാഹിദ് അക്കാനി പോർട്ട്, സിറിക്ക്, ബന്ദർ ഇ ജാസ്ക്, ഖാർഗ് ദ്വീപ് തുടങ്ങി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം അമേരിക്കൻ വിമാനങ്ങൾ കനത്ത വ്യോമാക്രമണം നടത്തി. ഇറാൻ്റെ IRGC കമാൻഡ് സെൻറ്റർ തകർത്തു, മിസൈൽ ലോഞ്ചേഴ്സ് തകർത്തു, എയർ പ്രതിരോധ സംവിധാനം, അതായത് വ്യോമ പ്രതിരോധ സംവിധാനം, ഈയിടെ ചൈന സമ്മാനിച്ച വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു, റഡാർ സൈറ്റ്സ് തകർത്തിരിക്കുന്നു, ഡ്രോൺ സ്റ്റോറേജ് കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നു എന്തൊക്കെയാണ് അമേരിക്ക പറയുന്നത്. ഏതായാലും അതിൻ്റെ ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. വലിയ സ്ഫോടനങ്ങൾ, വലിയ തീയും പുകയും, വലിയ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ആക്രമണം നടന്നു. ഇറാനാവട്ടെ തിരിച്ചടിച്ചത് കുവൈറ്റിനെ ആക്രമിച്ചു, അതുകൂടാതെ ബഹ്റൈനെ ആക്രമിച്ചു, അമേരിക്കയുടെ 5th നേവൽ ഡിസ്ട്രിക്റ്റിൻ്റെ ആസ്ഥാനം തകർത്തു, കുവൈറ്റിലെ അലി അൽസലാം എയർബേസ് തകർത്തു, അമേരിക്കയുടെ AQ-9 റീപ്പർ ഡ്രോൺ തകർത്തു എന്നൊക്കെ ഇറാനും പറയുന്നു. അപ്പോൾ അടി നന്നായി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കല്യാണം, ഇവിടെ പാലുകാച്ച് എന്നൊക്കെ പഴയ സിനിമയെ പറയുന്ന പോലെ, അവിടെ പാലുകാച്ച് ഇവിടെ വിഷം കുടിക്കൽ എന്നൊക്കെ പറയുന്നത് പോലെ, അങ്ങനെ മറ്റല്ലേ ശ്രീനിവാസൻ്റെ അഴകിയ രാവണൻ സിനിമയിൽ, മമ്മൂട്ടി സിനിമയിൽ പറയുന്നത്. അതുപോലെ ഒരിടത്ത് ശവസംസ്കാരത്തിലുള്ള ഘോഷയാത്ര നടക്കുന്നു, മറ്റൊരിടത്ത് സമാധാന ചർച്ച നടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുന്നു. എന്തൊരു വിരോധാഭാസമാണ്. അപ്പോൾ അമേരിക്ക അവരുടെ തീരുമാനങ്ങളിൽ നിന്ന് പിന്മാറുന്നതായി കാണുന്നു. കാരണം ഇറാൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതിന് മുമ്പ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് ഇറാന് കാലങ്ങളായി എണ്ണ വിൽക്കുന്നതിന് ഉണ്ടായിരുന്ന വിലക്ക് മാറ്റണം എന്നായിരുന്നു. അത് അമേരിക്ക മാറ്റിക്കൊടുത്തിരുന്നു. ഇറാൻ എണ്ണ ഇന്ത്യക്കുൾപ്പെടെ പല രാജ്യങ്ങൾക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ വിലക്ക് അമേരിക്ക പുനഃസ്ഥാപിച്ചു. എന്നു പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച സ്വിറ്റ്സർലൻഡിൽ പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ നടന്ന MOU ഒപ്പുവെക്കൽ കരാറിൽ നിന്ന് അമേരിക്കയും ഇറാനും പിന്നാക്കം പോയിരിക്കുന്നു. ഇസ്രയേലിൽ ഇരുന്ന് നെതന്യാഹു ചിരിക്കുന്നുണ്ട്. കാരണം നെതന്യാഹു എന്ന് പറയുന്ന മനുഷ്യൻ ഇസ്രയേൽ ജനതയുടെ ആവേശമാണ്. ഇസ്രയേൽ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് നെതന്യാഹു ഈ യുദ്ധത്തിൽ പങ്കെടുത്തത്. കാരണം ആ ജനതയെ ആകെ കൊന്നൊടുക്കും എന്ന് പറഞ്ഞിട്ട് അണവായുധം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇറാൻ. അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഡെത്ത് ടു ഇസ്രയേൽ. ഇസ്രയേലിനെ അവസാനിപ്പിക്കും. അതിനുള്ള കൗണ്ട് ഡൗൺ നടത്തിക്കൊണ്ട് ഒരു ക്ലോക്ക് ടെഹ്റാനിൽ സ്ഥാപിച്ചിട്ട് പോലുമുണ്ട്. അങ്ങനെ ഇസ്രയേൽ ജനതയ്ക്ക് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിനെതിരെ ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിൽ അമേരിക്ക ഇസ്രയേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കരാർ ഒപ്പിടാൻ തീരുമാനിക്കുകയും അതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും ഇസ്രയേലിനോട് നീ മാറി നിൽക്ക്, ഒന്നും ചെയ്യണ്ട എന്ന് പറയുകയും ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ഭീഷണിയായ ലെബനോൻ പ്രശ്നം പോലും കരാറിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി വല്ലാത്ത നിരാശയിൽ, പ്രതിഷേധത്തിൽ, ദേഷ്യത്തിൽ, പരിഭവത്തിലൊക്കെയാണ് ഇസ്രയേലും നെതന്യാഹുവും. ആഭ്യന്തരമായി ഇസ്രയേലിൽ നെതന്യാഹുവിനെതിരെ ഈ അനാവശ്യമായ ഇസ്രയേലിൻ്റെ ഒരു താല്പര്യവും പരിഗണിക്കാത്ത കരാർ ഒപ്പിടുന്നതിനെതിരെ വലിയ പ്രതിഷേധവുമുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് അമേരിക്കയ്ക്ക് അവർ ഒപ്പിട്ട കരാർ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ പെട്ടെന്നുള്ള പ്രകോപനം? ഹോർമുസ് കടലിടുക്ക് എല്ലാവരുടേതുമായിരുന്നു, ഇൻ്റർനാഷണൽ വാട്ടേഴ്സ് ആയിരുന്നു. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇറാൻ പറയുന്നു അതിലെ ഏത് കപ്പൽ പോയാലും ഞങ്ങൾക്ക് കപ്പം തരണം. അത് സത്യത്തിൽ ലോകത്തിന് ആകെ ഒരു ഭീഷണിയായി മാറിക്കഴിഞ്ഞിരുന്നു. സമാധാനപരമായി ആർക്കും ഉപയോഗിക്കാവുന്ന അന്താരാഷ്ട്ര വാട്ടർവേ ആയിരുന്ന ഹോർമുസ്
സ്ട്രിപ്പിനെ ഇറാൻ സ്വന്തമാക്കുന്നു. അതിലേ പോകണമെങ്കിൽ കപ്പം തരണം, അല്ലെങ്കിൽ ആക്രമിക്കും. ഇതായിരുന്നല്ലോ പ്രധാനപ്പെട്ട തർക്കം. അതേ തുടർന്ന് അമേരിക്ക ഹോർമസിൽ ഉപരോധം ഏർപ്പെടുത്തി. അങ്ങനെ വലിയ സംഘർഷമൊക്കെ ഉണ്ടായി. ചർച്ചകളുടെ ഭാഗമായി ഇത് അയക്കാം എന്ന് പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞ് കപ്പം പിരിക്കാൻ ഇറാന് അവസരം കൊടുക്കാം എന്ന് പറഞ്ഞ് അമേരിക്ക നാണം കെട്ട് തോൽക്കുന്ന ഒരു കരാറാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇതിന് ബദലായി ഒമാൻ്റെ തീരത്തോട് ചേർന്ന് ഒമാൻ്റെ ടെറിറ്റോറിയൽ വാട്ടറിൽ കൂടി, നമുക്കറിയാം ഓരോ രാജ്യത്തിനും കടൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഭൂപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന നിശ്ചിത കിലോമീറ്റർ ദൂരം, നോട്ടിക്കൽ മൈൽ കടൽ ആ രാജ്യത്തിൻ്റെതാണ്. അങ്ങനെ ഹോർമുസിൻ്റെ ഭാഗത്തിൻ്റെ എതിർവശത്ത് ഒമാൻ്റെ തീരത്തുകൂടി കപ്പലുകൾക്ക് കടന്നു പോകാൻ വഴിയുണ്ട്. അങ്ങനെ കടന്നുപോയ കപ്പലുകൾക്ക് നേരെ പലതവണ ഇറാൻ ആക്രമണം നടത്തി. നിങ്ങൾ പോവുകയാണെങ്കിൽ ഞങ്ങളുടെ വഴിയെ തന്നെ പോകണം, ഞങ്ങൾക്ക് കപ്പം തന്നിട്ട് പോകണം, വേറെ വഴിയെ പോയാൽ ഞങ്ങൾ ആ കപ്പൽ മുക്കും എന്ന് പറയുന്ന കവലച്ചട്ടമ്പിയുടെ റോളിലേക്ക് ഇറാൻ മാറിയിരിക്കുന്നു. അമേരിക്കയ്ക്ക് വലിയ പ്രഹരമാണ്. അമേരിക്ക തോറ്റമ്പിപ്പോയി. അമേരിക്കയും ഇസ്രയേലും കൂടെ നടത്തിയ ആക്രമണത്തിൻ്റെ ഭാരം ലോകത്തെ മറ്റു രാജ്യങ്ങൾ ചുമക്കേണ്ടുന്ന അവസ്ഥ വന്നിരിക്കുന്നു. അതുവരെ എല്ലാവർക്കും നിർബാധം നിരന്തരം സൗജന്യമായി പോകാൻ കഴിയുമായിരുന്ന, പോയിക്കൊണ്ടിരുന്ന പാതയിൽ കപ്പം കൊടുക്കേണ്ടുന്ന അവസ്ഥയുണ്ടായി. യുദ്ധത്തിൻ്റെ അനന്തരഫലമാണ്. ആലോചനയില്ലാതെ നടത്തിയ ഒരു പ്രവൃത്തിയുടെ ഭാഗമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു ബദൽ മാർഗമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ ഞങ്ങൾ ആരെയും സമ്മതിക്കത്തില്ല, ഞങ്ങൾക്ക് കപ്പം തന്നിട്ട് ഈ വഴി തന്നെ പൊയ്ക്കോണം എന്ന് ഇറാൻ ശാഠ്യം പിടിക്കുന്നു. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഇന്നലെ പോയ 3 കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. അതിലൊന്ന് സൗദി അറേബ്യയുടെ ഓയിൽ ടാങ്കറായിരുന്നു. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു MOU ഒപ്പുവെച്ചതിന് ശേഷം പിന്നെയും ഇങ്ങനെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാനിൽ വ്യാപകമായ ആക്രമണം നടത്തിയത്. അപ്പോൾ ആലോചിക്കണം, അവിടെ ഇറാനെ സംബന്ധിച്ച് ലോകത്തിൻ്റെ മുമ്പാകെ തങ്ങളുടെ ജനത ഒറ്റക്കെട്ടാണ്, അയത്തുള്ള അലി ഖമനേയി എന്ന വികാരത്തിൻ്റെ പിന്നിലാണ് ഇറാനിലെ മുഴുവൻ ജനങ്ങളും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഷോ കൂടിയാണ് ഖമനേയിയുടെ 130-ാം ദിവസമുള്ള ശവമടക്ക്. പക്ഷേ അത് നടക്കുന്ന സമയത്ത് തന്നെ ഇറാൻ ആക്രമിക്കപ്പെടുന്നു. വലിയ തോതിൽ, നിസാരാക്രമണമൊന്നുമല്ല, വലിയ തോതിലുള്ള ആക്രമണം നടക്കുന്നു. ഇന്നലെ ഇന്ത്യ ടുഡേ ദിനപത്രത്തിൻ്റെ ലേഖകനുമായിട്ട് ടെഹ്റാനിലെ ഡെപ്യൂട്ടി മേയർ ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ഡെപ്യൂട്ടി മേയർ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും അമേരിക്ക അല്ലെങ്കിൽ ഇസ്രയേൽ അയത്തുള്ള അലി ഖമനേയിയുടെ ശവസംസ്കാരം അനുവദിക്കില്ലായിരുന്നു, അത് ആക്രമിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ചെയ്യാത്തതിൻ്റെ കാരണം ലോകത്തുള്ള പല രാജ്യങ്ങളുടെയും നേതാക്കന്മാർ അവിടെയുണ്ട്. സത്യത്തിൽ ഖമനേയിയുടെ ശവമടക്കിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ, പാകിസ്ഥാൻ്റെ ഭാരവാഹികളെ ഉൾപ്പെടെ ഒരുപാട് ലോക നേതാക്കളെ ക്ഷണിച്ചത് തന്ത്രപരമായ ഇറാൻ്റെ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കലായിരുന്നു എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മോദി എങ്ങാനും വന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രയേൽ പിന്നെ അനങ്ങത്തില്ല. മോദി അവിടുന്ന് പോയതിന് ശേഷമാണ്, അതായത് ഇസ്രയേൽ സന്ദർശിച്ച് മോദി അവിടുന്ന് പറന്ന് ഇന്ത്യയിലിറങ്ങി എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഫെബ്രുവരി 28-ന് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത്. മോദി അവിടെ ബെൻഗൂറിയൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ആ പശ്ചാത്തലത്തിൽ F-16 ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ കിടക്കുന്ന വിഷ്വൽസ് നമ്മൾ കണ്ടിരുന്നു. അതായത് ആക്രമണത്തിൻ്റെ സമയം വരെ കുറിച്ച് അവിടെ കാത്തിരിക്കുകയായിരുന്നു മോദി. തിരിച്ചു പോയി ഇന്ത്യയിൽ ഇറങ്ങിയാൽ ഉടൻ നടത്തണം എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അത്ര വലിയ പരിഗണന ഇസ്രയേൽ ഇന്ത്യക്കും നമ്മുടെ പ്രധാനമന്ത്രിക്കും നൽകിയിരുന്നു. ഏതായാലും കാര്യങ്ങൾ വിചാരിക്കാവുന്ന തരത്തിലേക്ക് നീങ്ങുന്നില്ല. നമ്മൾ വിചാരിക്കാത്ത തരത്തിലേക്ക്, നമ്മളല്ല, അമേരിക്കയും ഇസ്രയേലും വിചാരിക്കാത്ത തരത്തിലേക്ക്. ഇസ്രയേലിന് വേണമെങ്കിൽ ഇസ്രയേലിനെ ഒഴിവാക്കാം, കാരണം ഇസ്രയേലിന് ഇതിനകത്ത് കക്ഷിയല്ല. കാരണം പാകിസ്ഥാൻ കൊണ്ടുപോയി അമേരിക്കയെ പൂട്ടി. ഇസ്രയേൽ പറയുന്നത്, പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇറാനുമായി ഏറ്റവും കൂടുതൽ ആത്മബന്ധമുള്ള ഒരു രാജ്യമാണ്. അങ്ങനെയുള്ള രാജ്യം മധ്യസ്ഥതയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഇറാൻ അനുകൂലമായ വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. എന്തൊക്കെയോ കാരണങ്ങളാൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയല്ല, പാകിസ്ഥാൻ്റെ സൈനിക മേധാവി പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കാൻ ബാധ്യസ്ഥനായ ഒരാളെ പോലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പെരുമാറുന്നത്. ഏതായാലും ഇനിയുള്ള 48 മണിക്കൂറുകൾ അതീവ നിർണായകമാണ്. യുദ്ധം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. സൗദി അറേബ്യ തിരിച്ചടിക്കുമെന്ന് പറയുന്നുണ്ട്. കുവൈറ്റും ബഹ്റൈനും എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. ഇറാൻ്റെ ഭാഗം, ഞങ്ങളുടെ ശത്രുവിന് താവളം കൊടുത്ത സ്ഥലങ്ങൾ മാത്രമാണ് ആക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ശത്രുവുമായി ഒരു കരാറുണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള സാങ്കത്യം എന്താണ് എന്നുള്ള ചോദ്യം ബാക്കിയാവുന്നു. ഏതായാലും സമാധാനം
മിഡിൽ ഈസ്റ്റിൽ ഉടനൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, യുദ്ധം തീരാനും പോകുന്നില്ല. ഖമനയുടെ ശവസംസ്കാരം നാളെ നടക്കുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അമേരിക്ക അത്ര വലിയ സാഹസം ചെയ്യുമോ എന്നും അറിയില്ല. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. ഇന്ത്യ ടുഡേയുടെ ലേഖകനുമായിട്ട് ടെഹ്റാനിലെ ഡെപ്യൂട്ടി മേയർ വർത്തമാനം പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ സൈനികമായി തോൽപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അമേരിക്കയ്ക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയും, അത് ആണവായുധം ഉപയോഗിച്ച് മാത്രമായിരിക്കും. ഗതികെട്ട് ഒരു നിവൃത്തിയുമില്ലാതെ ഇറാനിലേക്ക് ട്രംപ് ആണവായുധം പ്രയോഗിക്കുമോ? അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇറാൻ ട്രംപിനെ വലിച്ചിഴയ്ക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ അതൊരു വലിയ ഭീഷണിയായിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ ലോക രാഷ്ട്രീയ ക്രമം തന്നെ മാറി മറിഞ്ഞേക്കാം. ഏതായാലും ഇറാൻ കളിക്കുന്ന കളി പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന കളിയല്ല. ഇറാൻ അവരുടെ മസിൽ പവർ കൊണ്ട് അമേരിക്കയ്ക്കൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു. മസിൽ പവർ എന്നുള്ളത് ഞാൻ കൃത്യമായും മനഃപൂർവ്വം പറഞ്ഞാണ്. മിസൈൽ പവർ എന്നല്ല ഉദ്ദേശിച്ചു, മസിൽ പവർ തന്നെയാണ്. കാരണം ആരുടെ മുന്നിലും കൂസുന്നില്ല എന്ന് ഇറാൻ തീരുമാനിച്ചു. അതിനെ നമ്മൾ അംഗീകരിക്കണം. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അമേരിക്കയും ഇസ്രയേലും ചേർന്ന് അവരുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരെയും കൊന്ന് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ എല്ലാ പട്ടണങ്ങളിലും ബോംബാക്രമണം നടത്തി ഉഴുതുമറിച്ചിട്ടിട്ടും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ മസിൽ പവർ നമ്മൾ അംഗീകരിക്കണം. അതൊരു വസ്തുതയാണ്. എതിരാളിയെ ബഹുമാനിക്കുക, യുദ്ധത്തിൽ എതിരാളിയുടെ കഴിവിനെ അംഗീകരിക്കുക എന്നുള്ളത് മര്യാദയാണ്, യുദ്ധനീതിയാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയാം, ഇറാൻ ലോകത്ത് ഒരു മൂന്നാം ലോകമഹായുദ്ധമുണ്ടാവാൻ മനഃപൂർവ്വം കച്ചകെട്ടി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ബാക്കിയാവുന്നുണ്ട്. ഏതായാലും ജൂലൈ 9 ഖമനയുടെ ശവസംസ്കാരം നടക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. നടക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രയേറെ ലക്ഷക്കണക്കിന് ആളുകൾ, ലോകത്തിലെ പല രാജ്യങ്ങളുടെയും നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് നടക്കുമ്പോൾ അത് അലങ്കോലപ്പെടുത്താൻ ഒരു ആക്രമണം അമേരിക്കയോ ഇസ്രയേലോ നടത്താനുള്ള സാധ്യത തുലവും പരിമിതമാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. എന്നാലും അമേരിക്കയാണ്, എന്നാലും ഇസ്രയേലാണ്, എന്നാലും ഇറാനുമാണ്. എന്തു ചെയ്യുമെന്ന് ആർക്കും അങ്ങനെയൊന്നും പ്രവചിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് യുദ്ധം എസ്കലേറ്റ് ചെയ്യുകയാണ്. ഏറ്റവും പുതിയ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ത്യ ലൈവ് ഉണ്ടാവും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ അത് ചെയ്യണേ.